ഹായ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി സീബ്ര കേക്ക് അഥവാ മാർബിൾ കേക്ക്. സീബ്ര കേക്ക് തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുട്ട 3 എണ്ണം, മൈദാമാവ് 1 കപ്പ്, പഞ്ചസാര പൊടിച്ചത് 1 കപ്പ്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, കൊക്കോ പൗഡർ, വാനില എസൻസ്. ആദ്യം 3 മുട്ട പൊട്ടിച്ചത് ഒരു വിസ്ക് ഉപയോഗിച്ച് നമുക്ക് അടിച്ചെടുക്കാം. ഇനി ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർ ഇതിന് പകരം മിക്സിയിൽ വെച്ച് അടിച്ചെടുത്താലും മതി. ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാര അല്പാൽപമായി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർക്കാം. മുട്ടയുടെ സ്മെല്ല് മാറി കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ വാനില എസൻസ് ചേർക്കുന്നത്. വാനില എസൻസ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മൈദാമാവ് അരിച്ച് നമുക്കിനി ഇതിലേക്ക് ചേർക്കാം. മൈദാമാവ് 1 കപ്പ്, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ എന്നിവ നന്നായി അരിച്ച് ചേർക്കുക. ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്പാച്ചുല കൊണ്ട് ബാറ്റർ ഫോൾഡ് ചെയ്യാം. എപ്പോഴും ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഫോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കേക്കിൻ്റെ കൺസിസ്റ്റൻസി ശരിയായോ എന്ന് നോക്കാം. സ്പൂൺ വെച്ച് ഇതുപോലെ ചെയ്ത് നോക്കുമ്പോൾ ബാറ്റർ മുറിയാതെ താഴേക്ക് വീഴണം. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ബാറ്ററിൻ്റെ പകുതി ഭാഗം നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അരിച്ച് ചേർക്കുക. സ്പാച്ചുല ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്യുക. മാർബിൾ കേക്കിനുള്ള ബാറ്റർ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്തെടുക്കാം. അല്പം മൈദാമാവ് കേക്ക് ടിന്നിലേക്ക് തട്ടി എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യുക. ഇനി 2 ബൗളിൽ നിന്നും കേക്കിൻ്റെ ബാറ്റർ ഓരോ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. ആദ്യം വൈറ്റ് ബാറ്റർ 1 സ്പൂൺ ചേർക്കുക. അതിന് മുകളിൽ കൊക്കോ ചേർത്ത ബാറ്റർ 1 സ്പൂൺ ചേർക്കുക. ബാറ്റർ തീരുന്നതുവരെ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. രണ്ട് ബൗളിലെയും ബാറ്റർ മുഴുവനും നമ്മൾ കേക്ക് ടിന്നിൽ ഒഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. എയർ ബബിൾസ് കളയാനായി ഇതുപോലെ നന്നായി ടാപ്പ് ചെയ്യുക. ഒരു ടൂത്ത് പിക്ക് എടുത്ത് കേക്ക് ടിന്നിൻ്റെ ഓരോ കോർണറിൽ നിന്നും സെൻറ്ററിലേക്ക് ഇതുപോലെ വരയ്ക്കുക. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് ഒരു കുക്കറിലേക്ക് ബേക്ക് ചെയ്യാനുള്ള കേക്കിൻ്റെ ബാറ്റർ വയ്ക്കുക. ഏകദേശം 30-35 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. 30 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കേക്ക് റെഡിയായിട്ടുണ്ട്. നമുക്കിതിന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ഫ്ലഫി ആയിട്ടുള്ള സീബ്ര കേക്ക് റെഡിയായിട്ടുണ്ട്. വളരെ സിമ്പിളായ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.